ഇത്തവണയും പത്തനംതിട്ടയെ ആന്റോ ആന്റണി പാർലമെന്റിൽ പ്രതിനിധീകരിക്കും. ഇത് തുടർച്ചയായി 4ാം തവണയാണ് ആന്റോ പത്തനംതിട്ടയിൽ നിന്ന് വിജയിക്കുന്നത്. അതേസമയം തോൽവി അപ്രതീക്ഷിതമെന്ന് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനത്ത് തിരിച്ചടിയുണ്ടായത് ഭരണവിരുദ്ധ വികാരമാണെന്ന വിലയിരുത്തലിലേക്ക് പോകാനാകില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. 66,119 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വിജയിച്ചത്. ആന്റോയുടെ ഭൂരിപക്ഷത്തിൽ വർധനമുണ്ടായെങ്കിലും സംസ്ഥാനത്തെ UDF തരംഗത്തിലും ഇടതുമുന്നണി പത്തനംതിട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2019 വോട്ടിംഗ് ശതമാനമായ 32.8-ൽ നിന്ന് 2024 32.79 ഉയർന്നു. 28.95% വോട്ട് നേടി BJP സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയും മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചു. വിജയം UDFനും പ്രവർത്തകർക്കും സമ്മാനിക്കുന്നുവെന്ന് ആന്റോ ആന്റണി. നമ്മുടെ UDFിൻ്റെ ജില്ലാ കമ്മിറ്റി ജില്ലാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുവർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ അടി മുതൽ മുടി വരെ പ്രവർത്തിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ത്യാഗനിർഭരമായി പ്രവർത്തിച്ചത്. UDFിൻ്റെ മുഴുവൻ നേതാക്കൾ KE അബ്ദുൾ റഹ്മാൻ അടക്കം, വർഗീസ് മാമൻ UDFിൻ്റെ ജില്ലാ ചെയർമാൻ അടക്കമല്ല എല്ലാ നേതാക്കന്മാരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാനിവിടെ അറിയിക്കട്ടെ. തോൽവി അപ്രതീക്ഷിതമെന്നായിരുന്നു ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രതികരണം. അപ്പോൾ ഈ തോൽവി തികച്ചും അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻകൈയെടുക്കും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ലീഡ് നേടാനായി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.